സ്നേഹത്തിനിടയനാമേശുവേ, വഴിയും സത്യവും നീ മാത്രമേ, നിത്യമാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. യേശുനാഥാ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ, നീയല്ലാതാരുമില്ല. പാപികൾക്കായി വരഞ്ഞാലഞ്ഞതും ആടുകൾക്കായി ജീവൻ വെടിഞ്ഞതും പാടുകൾ പെട്ടതും നാഥായക, നീയല്ലാതാരുമില്ല. യേശുനാഥാ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ, നീയല്ലാതാരുമില്ല. നീക്കിടുവാനെല്ലാ പാപത്തെയും പോക്കിടുവാൻ സർവശാപത്തെയും കോപാഗ്നിയും കെടുത്തിടാൻ കർത്താവ്, നീയല്ലാതാരുമില്ല. യേശുനാഥാ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ, നീയല്ലാതാരുമില്ല. അറിവാൻ സ്വർഗപിതാവിനെയും പ്രാപിപ്പാൻ വിശുദ്ധാത്മാവിനെയും വേറൊരു വഴിയുമില്ല നാഥാ, നീയല്ലാതാരുമില്ല. യേശുനാഥാ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ, നീയല്ലാതാരുമില്ല. സ്നേഹത്തിനിടയനാമേശുവേ, വഴിയും സത്യവും നീ മാത്രമേ, നിത്യമാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. യേശുനാഥാ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ, നീയല്ലാതാരുമില്ല. യിരെമ്യാവിന്റെ പുസ്തകം 31:3 യഹോവ ദൂരത്തുനിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളിച്ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിത്യമായ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചവൻ എന്ന ഒരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പുറപ്പുകളെ, ദൈവത്തിന്റെ സ്നേഹം മഹാസ്നേഹമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അപ്പോൾ തന്നെ ആ സ്നേഹം നിത്യസ്നേഹവുമാണ്. ദൈവം തനിക്ക് നഷ്ടമായ മക്കളെ തനിക്ക് വേണ്ടി തന്നെ മടക്കി വരുത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനം നിത്യമായ തന്റെ സ്നേഹമാണ്. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് നൽകി തന്നിരിക്കുന്നു. ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയ തന്റെ ജനത്തെ, ദൈവസ്നേഹത്തെ മറന്നുപോയ തന്റെ മക്കളെ എന്നേക്കുമായി വിട്ടുകളയാതെ, അവർ പോകട്ടെ എന്ന് വയ്ക്കാതെ, സ്നേഹവാനായ പിതാവ് തന്റെ സ്നേഹത്താൽ വീണ്ടെടുക്കുന്നവന് മത്സരവും അനുസരണക്കേടുമുള്ള ഒരു കൂട്ടം ജനത്തെ മത്സരവും അനുസരണക്കേടും കാട്ടിയ ഒരു കുടുംബത്തെ, അല്ലെങ്കിൽ മത്സരവും അനുസരണക്കേടും കാട്ടിയ ഒരു വ്യക്തിയെ
എങ്ങനെ ദൈവത്തിന് നിത്യസ്നേഹം കൊണ്ട് സ്നേഹിക്കുവാൻ കഴിഞ്ഞെന്നുള്ള ഒരു ചോദ്യം ഉയരുമ്പോൾ തിരുവചനം വളരെ വ്യക്തമായ മറുപടി പറയുന്നു. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. പ്രിയരെ, ദൈവം തന്റെ സ്വന്തം ജനത്തെ മാത്രമല്ല നമ്മെയും സ്നേഹിച്ചു. ദൈവം നിത്യനായതുകൊണ്ടാണ് ഈ സ്നേഹം നിത്യസ്നേഹമായി തീർന്നിരിക്കുന്നത്. എങ്ങനെയാണ് ദൈവം തന്നെ നിത്യസ്നേഹത്താൽ ലോകത്തെ സ്നേഹിച്ചത്? തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ ക്രൂശിൽ മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ നിത്യമായ സ്നേഹത്തിന്റെ ആഴമായ പ്രവൃത്തിയായിരുന്നു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തി അവനെ തനിക്കായി വീണ്ടെടുത്തത്. നിത്യസ്നേഹത്തിന്റെ അടയാളമായിരുന്നു പുത്രന്റെ ക്രൂശുമരണം. നിത്യസ്നേഹം അതിന്റെ പൂർണ്ണത ഗ്രഹിക്കുവാൻ മനുഷ്യർക്ക് ആർക്കും കഴിയുകയില്ല. അതിന്റെ ആഴം, അതിന്റെ വീതി, അതിന്റെ ഉയരം ഒന്നും ആർക്കുമേ അളക്കുവാനാവുന്നതല്ല. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്ന സാക്ഷാൽ സ്നേഹമാകുന്നു. 1 യോഹന്നാൻ 4:10 വാക്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഇന്നും അവിടുത്തെ സ്നേഹം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ടവരോ വീണ്ടെടുക്കപ്പെടാത്തവരോ കേൾവിക്കാരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ കണ്ടേക്കാം. നിങ്ങൾ നിത്യസ്നേഹത്തിന്റെ പരിധിക്കകത്തുള്ളവരാണ് പ്രിയരെ. വീണ്ടെടുപ്പിന്റെ സന്തോഷം അനുഭവിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ന് പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഈ വചനധ്യാനം കേൾക്കുന്നെങ്കിൽ, സഹോദരങ്ങളെ, നിങ്ങളുടെ വീണ്ടെടുപ്പ് സാധ്യമാക്കാനാണ് നിത്യസ്നേഹത്താൽ ദൈവം നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത്. കൊടുപ്പുറപ്പെ താങ്കളെ ദൈവം നിത്യമായി സ്നേഹിച്ചിരിക്കുന്നു. ആ സ്നേഹത്തിന്റെ ആഴം, വീതി, നീളം ഒന്ന് തിരിച്ചറിയാൻ, ഒന്ന് ഗ്രഹിച്ചറിയാൻ, ഒന്ന് മനസ്സ് വെക്കുക. ആ സ്നേഹത്തിന്റെ മാധുര്യം ആസ്വദിച്ചനുഭവിക്കുവാൻ നിത്യസ്നേഹം വീണ്ടും വീണ്ടും നിങ്ങളെ നിർബന്ധിക്കുന്നു. ഇതിനോടകം എന്റെ വീണ്ടെടുപ്പ് ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു, നിത്യസ്നേഹത്തിന്റെ ആഴം ഞാൻ അനുഭവിച്ചറിയുന്നു എന്നുള്ള തിരിച്ചറിവ് പ്രാപിച്ച വിശ്വാസികളായ ദൈവമക്കളെ, ഈ സ്നേഹം നിത്യതയോളം നിങ്ങളെ പിൻപറ്റുന്ന സ്നേഹമാണ്. ഈ സ്നേഹത്തിന്റെ നടത്തിപ്പ് നിങ്ങളെ നിത്യരാജ്യത്തിൽ കൊണ്ടുചെന്നെത്തിക്കും. ആകയാൽ ഈ നിത്യസ്നേഹത്തിന്റെ കൊടുക്കീഴിൽ തന്നെ നിലനിൽക്കുവാൻ ഇടയാകും. ഈ സ്നേഹത്തിന്റെ പരിധി വിട്ട് നിങ്ങൾ പുറത്തു പോകരുത്. ദൈവം ഈ നിത്യസ്നേഹം ഒരിക്കലും നിങ്ങളിൽ നിന്ന് പിൻവലിക്കുകയില്ല. നിങ്ങൾ ഈ സ്നേഹത്തെ തള്ളിപ്പറഞ്ഞെങ്കിൽ, അങ്ങനെ തള്ളിപ്പറയുന്നെങ്കിൽ മാത്രമേ, നിങ്ങൾ ഈ നിത്യസ്നേഹത്തെ തള്ളിക്കളഞ്ഞെങ്കിൽ മാത്രമേ ഈ സ്നേഹം നിങ്ങൾക്ക് നഷ്ടമാകുകയുള്ളൂ. ഈ നിത്യസ്നേഹം നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ, അല്ല, ദൈവം ഈ സ്നേഹം നിങ്ങളിൽ നിന്ന് പിൻവലിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതും തിരുവചനത്തിന്റെ അകത്തുനിന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണം. നിത്യ നരകത്തിലേക്ക് ചെന്ന് ചേരുവാൻ ഇടയാകുമെന്നാണ് തിരുവചനം ആ അവസ്ഥയെ കുറിച്ച് പറയുന്നത്. അത് വളരെ ഭയാനകമാണ്. അതുകൊണ്ട് ഒരിക്കലും പ്രിയരെ, നാം അറിഞ്ഞോ അറിയാതെയോ ഈ നിത്യസ്നേഹത്തെ തള്ളിക്കളയുന്നവരായി തീരരുത്. ദൈവമായിട്ട് ഒരിക്കലും നമ്മിൽ നിന്ന് ഈ സ്നേഹം പിൻവലിക്കുകയില്ല. കാരണം ഒരു പാപി മാനസാന്തരപ്പെടാൻ, ഒരു പിന്മാറ്റക്കാരൻ മടങ്ങി വരാൻ നിത്യസ്നേഹം ഇന്നും കാത്തിരിക്കുകയാണ്. അവൻ തന്റെ നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. പ്രിയരെ, നാം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടതുപോലെ മടങ്ങി വന്നാൽ തന്റെ സ്നേഹത്താൽ ദൈവം നമ്മെ യഥാസ്ഥാനം. നാം നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ നടപ്പുകൊണ്ട് ദൈവഹൃദയത്തെ വേദനിപ്പിക്കുമ്പോഴും നിത്യസ്നേഹത്താൽ ദൈവം നമ്മെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മെ ബാലശിക്ഷ കഴിക്കുമ്പോഴും അതും ആ സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രകടനമാണ് എന്ന് നാം തിരിച്ചറിയും. കാരണം നമ്മുടെ യഥാസ്ഥാനപ്പെടലാണ് ദൈവത്തിന്റെ ഉദ്ദേശം. നാം നരകവാസികളാകരുത് എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, നാം നിത്യസ്നേഹത്താൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നു. ആ സ്നേഹം നമ്മെ നിത്യതയിൽ എത്തിക്കുന്നത് വരെ
നമുക്കുണ്ട്. ആ സ്നേഹത്തെ നാം അവഗണിക്കരുത്. ആ സ്നേഹം അനുഭവിക്കുമ്പോൾ തന്നെ നാം ദൈവത്തെ ആഴമായി സ്നേഹിക്കുകയും നാം മറ്റുള്ളവർക്ക് ആ സ്നേഹം പകരുന്നവരുമായിരിക്കണം. നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നത് തന്നെ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊടുത്തത് കൊണ്ടാണ്. ക്രിസ്തു തന്റെ ജീവനെ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചു. ആകയാൽ ആ നിത്യമായ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് നിത്യതയിലേക്ക് പ്രവേശിക്കുവാനുള്ള നമ്മുടെ ഒരുക്കം നടത്തിക്കൊണ്ട് പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കുന്നവരാണ്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ ആ നിത്യസ്നേഹത്തിന്റെ, അങ്ങയുടെ നിത്യസ്നേഹത്തിന്റെ ആ അനുഭവം എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുവാനും ആ സ്നേഹം ഞങ്ങളിൽ കൂടി അനേകർക്ക് പകർന്നു കൊടുക്കുവാനും അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നല്ലോ. ആ ആഗ്രഹത്തിന് നിവർത്തീകരണം വരുത്തുവാൻ, അങ്ങയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും ഇന്ന് പകലിലും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനം വചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന ജനം വിടുവിക്കപ്പെടട്ടെ, ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് പകലും എല്ലാവരും സഹായിക്കണം. ഇന്നിന്റെ മറുപടികളും വിടുതലുകളും സർവശക്തനെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട മൻകൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. പാപികൾക്കായി വരഞ്ഞാലഞ്ഞതും ആടുകൾക്കായി ജീവൻ വെടിഞ്ഞതും പാടുകൾ പെട്ടതും നാഥായകാ നീയല്ലാതാരുമില്ല. യേശുനാഥാ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ നീയല്ലാതാരുമില്ല. നീക്കിടുവാനെല്ലാ ശാപത്തെയും പോക്കിടുവാൻ സർവശാപത്തെയും കോപാഗ്നിയും കെടുത്തിടാൻ കർത്താവ് നീയല്ലാതാരുമില്ല. യേശുനാഥാ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ നീയല്ലാതാരുമില്ല. അറിവാൻ സ്വർഗപിതാവിനെയും പ്രാപിപ്പാൻ വിശുദ്ധാത്മാവിനെയും വേറൊരു വഴിയുമില്ല നാഥാ നീയല്ലാതാരുമില്ല. യേശുനാഥാ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ നീയല്ലാതാരുമില്ല. സ്നേഹത്തിനിടയനാമീശുവേ, വഴിയും സത്യവും നീ മാത്രമേ. നിത്യമാം ജീവനും ദൈവപുത്ര നീയല്ലാതാരുമില്ല. യേശുനാഥാ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ നീയല്ലാതാരുമില്ല.